എല്ലാവർക്കും നമസ്കാരം. ഞാൻ സിസ്റ്റർ ജോവാൻ ചുങ്കപ്പുര, മെഡിക്കൽ മിഷൻ സിസ്റ്റർ. ഇന്ന് ഞാൻ സംസാരിക്കുന്ന മൈൻഡ്ഫുൾനെസ് എന്ന ഒരു ടെക്നിക്കാണ്. അത് ആർക്കും എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. പ്രത്യേകിച്ചും കിടപ്പ് രോഗികൾ, ക്യാൻസർ രോഗികൾ, ക്രോണിക്കായിട്ടുള്ള സുഖക്കേടുകളുള്ളവർ, ഇങ്ങനെയുള്ളവർക്ക് ഈ മൈൻഡ്ഫുൾനെസ് എന്ന ടെക്നിക്ക് വളരെ ഉപകാരപ്രദമായി ഉപയോഗിക്കാവുന്ന ഒന്നാണ്. മൈൻഡ്ഫുൾനെസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അവനവൻ്റെ വികാരങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള അവബോധം, അവനവൻ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തികളെക്കുറിച്ചും ആഴത്തിലുള്ള അവബോധം, അവനവൻ്റെ ചിന്തകളെക്കുറിച്ചും പെരുമാറ്റങ്ങളെക്കുറിച്ചുമുള്ള ആഴത്തിലുള്ള അവബോധം. ഈ അവബോധത്തെക്കുറിച്ച് പറയുമ്പോൾ ഇത് സാധാരണയുള്ള ഒരു അവബോധമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിലുപരിയായി ആഴത്തിലുള്ള ഒരു ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അവബോധമാണ്. അവിടെ അറ്റൻഷൻ കൊടുക്കണം. അറ്റൻഷൻ കൊടുക്കുക മാത്രമല്ല, എല്ലാത്തിനെയും മനസ്സിലാക്കുന്ന ഒരു ശ്രദ്ധയും കൊടുക്കണം. ഈ ശ്രദ്ധയിൽ 5 ഇന്ദ്രിയങ്ങളെയും ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. കാഴ്ച, കേൾവി, സ്പർശനം, സ്വാദ്, അതുപോലെ തന്നെ മണം. ഈ 5 ഇന്ദ്രിയങ്ങളെ ഉപയോഗിച്ചുകൊണ്ടാണ് മൈൻഡ്ഫുൾനെസ് നടത്താറുള്ളത്. ഇത് ചമ്പരം പടിഞ്ഞിരുന്ന് ധ്യാനിക്കുന്ന ഒരു രീതിയല്ല ഉദ്ദേശിക്കുന്നത്. പാസീവായിട്ട് ഉറക്കം തൂങ്ങിയിരിക്കുന്ന ഒരവസ്ഥയുമല്ല. ഇത് ആഴത്തിൽ തൻ്റെ അരിശം, എനിക്ക് അരിശമുണ്ട് എന്ന് പറയുകയും ആ അരിശം കൊണ്ട് ശരീരത്തിൽ വരുന്ന വ്യത്യാസത്തെ ശ്രദ്ധിക്കുകയും ശരീരത്തിൻ്റെ ടോൺ, അതായത് ഭാഷയിൽ വന്ന വ്യത്യാസം, സംസാരത്തിൽ വന്ന വ്യത്യാസം, വിയർപ്പ്, ചൂട്, വലിച്ചിൽ, ഇതെല്ലാം ശ്രദ്ധിക്കുമ്പോൾ വിമർശിക്കാതെ, നമ്മളെ തന്നെ വിധിക്കാതെ, ഇതിനോട് ചേർന്ന് ഇഴുകിച്ചേർന്ന് ഇതിനെ മനസ്സിലാക്കുന്നതാണ് അവബോധം. അത് ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ പേര് വിളിച്ച് അതിനെ വിപുലീകരിച്ച് മനസ്സിലാക്കി അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമായി മാറുന്നു. അങ്ങനെ വികാരങ്ങളെ പേര് ചൊല്ലി വിളിച്ച് വളരെ വിപുലമായി അംഗീകരിക്കുമ്പോൾ ആ വികാരത്തിന് നമ്മുടെ മേൽ അമിതമായ ഒരു സ്വാധീനം ഇല്ലാതാകുന്നു. അത് അരിശമാകട്ടെ, സങ്കടമാകട്ടെ, രോഗത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠയാകട്ടെ, മറ്റുള്ളവരെക്കുറിച്ചുള്ള ആവലാതികളാകട്ടെ, ഏതു തരം വികാരമാണെങ്കിൽ തന്നെയും നമുക്ക് അതിൻ്റെ മേൽ ഒരു സ്വാധീനം ലഭിക്കുന്നുണ്ട്, അതിൻ്റെ മേൽ ഒരു നിയന്ത്രണം കിട്ടുന്നുണ്ട്. അങ്ങനെ വികാരങ്ങളെ നിയന്ത്രിക്കുവാൻ ഈ മൈൻഡ്ഫുൾനെസ് വളരെ സഹായിക്കും. ഇനി ചിന്തകൾ. ഭയം ചിന്ത കൊണ്ട് വരുന്നവരുണ്ട്, ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠയുണ്ടാകുന്നവരുണ്ട്, കഴിഞ്ഞ കാലത്തെക്കുറിച്ച് കുറ്റബോധമുള്ളവരുണ്ട്. അവിടെയും നമുക്ക് ആഴത്തിലുള്ള അവബോധത്തിൽ എൻ്റെ ചിന്തകൾ എന്തൊക്കെയാണ് എന്ന് വിലയിരുത്തിക്കൊണ്ട് മനസ്സിലാക്കിയാൽ, വിധിക്കാതെ കൊണ്ട് തന്നെ ആ ചിന്തകളിലൂടെ കടന്നു പോയാൽ, ആ ചിന്തകളുടെ എല്ലാ മാനസിക സമ്മർദ്ദങ്ങളും പിരിമുറുക്കങ്ങളും ശാരീരിക അസ്വസ്ഥതകളും നമ്മളിൽ ഉണ്ടാക്കുന്ന എല്ലാവിധത്തിലുള്ള ചിന്താക്കുഴപ്പങ്ങളും നമുക്ക് നിയന്ത്രണത്തിൽ കൊണ്ടുവരുവാൻ സാധിക്കും. എനിക്ക് ഭയമുണ്ട് എന്ന് പറയുമ്പോൾ, എനിക്ക് ഉത്കണ്ഠയുണ്ട് എന്ന് പറയുമ്പോൾ ഭയവും ഉത്കണ്ഠയും ഇറങ്ങിപ്പോകുന്നു. ഒരു സന്തുലിതാവസ്ഥ മനസ്സിലേക്ക് കൊണ്ടുവരുന്നു. അതാണ് മൈൻഡ്ഫുൾനെസ് കൊണ്ട് ചിന്തയെയും വികാരത്തെയും നിയന്ത്രിക്കുന്ന രീതി. ഇനി ശരീരത്തെ നിയന്ത്രിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പെരുമാറ്റങ്ങളെ നിയന്ത്രിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. ഒരു ക്യാൻസർ രോഗി തൻ്റെ ശരീരത്തിലെ പല അവയവങ്ങളെയും സ്പർശിക്കുകയോ നോക്കുകയോ ചെയ്യാൻ ചിലപ്പോൾ മടിക്കുന്നു, അവയെ വെറുക്കുന്നു, വിമർശന ബുദ്ധിയോടുകൂടി നോക്കുന്നു. അത് മാറ്റണമെങ്കിൽ നമ്മുടെ ശരീരത്തെ അതിൻ്റെ ഘടനയോടുകൂടി, ആകൃതിയോടുകൂടി, പ്രകൃതിയോടുകൂടി, അതിൻ്റെ സോഫ്റ്റ്നെസ്, ഹാർഡ്നെസ്, ഇങ്ങനെയുള്ള എല്ലാ സ്പർശനത്തോടുകൂടി, മണത്തോടുകൂടി, അതിൻ്റെ ആകൃതി പ്രകൃതിയോടുകൂടി ചിന്തയിലും രൂപത്തിലും മനസ്സിലും അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഒരു അംഗീകാരം നമ്മളെ സംബന്ധിച്ച് വളരെയധികം ഉപകാരപ്രദമാകും. കാരണം സ്വയമേ ഉള്ള വിമർശന ബുദ്ധിയും സ്നേഹമില്ലായ്മയും ശരീരത്തെ അംഗീകരിക്കാത്തതുമാണ് പല രോഗവും കടുത്ത രീതിയിൽ നമുക്ക് അനുഭവപ്പെടാൻ കാരണമാകുന്നത്. അതുകൊണ്ട് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളെ നോക്കി പുഞ്ചിരി തൂകുക, ശരീരത്തിൻ്റെ ഭാഗത്തെ സ്പർശിച്ചുകൊണ്ട് അംഗീകരിക്കുക, ശരീരത്തിൻ്റെ ഈ അവയവങ്ങൾക്ക് വേണ്ടി നന്ദി പറയുക, ശരീരത്തിൻ്റെ ഈ അവയവങ്ങളെ അനുമോദിക്കുക, സ്നേഹിക്കുക, സന്തോഷത്തോടെ സമാധാനത്തോടെ ഉൾക്കൊള്ളുക. അതാണ് മൈൻഡ്ഫുൾനെസ്സിലൂടെ നമ്മൾ ശരീരത്തോട് തന്നെ ചെയ്യുന്നത്. അങ്ങനെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്തിലുള്ള അസുഖത്തെയും നമുക്ക് ഒരു പരിധിവരെ ഒഴിവാക്കാവുന്നതും അസ്വസ്ഥതകളെ നമുക്ക് നിയന്ത്രിക്കാവുന്നതുമാണ്. നോക്കി പുഞ്ചിരിക്കുക മാത്രമല്ല, സ്പർശിക്കുക, ആഴത്തിൽ ശ്വാസമെടുത്തുകൊണ്ട് ശ്വാസം വിട്ടുകൊണ്ട് ശരീരത്തിൻ്റെ ഈ അവയവത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അവിടെയുള്ള ഓരോ വികാരങ്ങളും, ഓരോ സ്പന്ദനങ്ങളും, ഓരോ നീക്കങ്ങളും, ഓരോ ഭാവഭേദങ്ങളും നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ മൈൻഡ്ഫുൾനെസ്സോടുകൂടി നമ്മൾ ആ അവയവത്തെ സ്നേഹിക്കുന്നു, അനുമോദിക്കുന്നു, അംഗീകരിക്കുന്നു. ഈ ഒരു അംഗീകാരം സ്നേഹത്തോടു കൂടി ചെയ്യുമ്പോൾ
സമാധാനത്തോടുകൂടി ചെയ്യുമ്പോൾ, സംതൃപ്തിയോടുകൂടി ചെയ്യുമ്പോൾ സന്തോഷത്തിൻ്റെ ഒരു ഊർജം, അംഗീകാരത്തിൻ്റെ ഒരു ഊർജം, അവനവൻ്റെ മേലൊരധികാരം, അവനവൻ്റെ ശരീരത്തിൻ്റെ മേലൊരാധിപത്യം, ഒരു അതോറിറ്റി ലഭിക്കുന്നു. അങ്ങനെ ശരീരത്തിലുള്ള അസുഖങ്ങളുടെ എല്ലാ സിംറ്റംസും നമുക്ക് നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ പറ്റും. അസ്വസ്ഥതകളെ ഒഴിവാക്കുകയും സന്തുലിതാവസ്ഥ മനസ്സിലും ആത്മാവിലും ചിന്തയിലും വികാരത്തിലും നേടിയെടുക്കുവാനും സാധിക്കും. ഇങ്ങനെയുള്ള ഒരു മൈൻഡ്ഫുൾനെസ് ഷവർ എടുക്കുമ്പോഴും എക്സസൈസ് ചെയ്യുമ്പോഴും ഷേവിങ് നടത്തുമ്പോഴും കുളിക്കുമ്പോഴും കുക്ക് ചെയ്യുമ്പോഴും നടക്കാൻ പോകുമ്പോഴും വെറുതെ ഇരിക്കുമ്പോഴും നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഈ അവബോധത്തോടുകൂടി പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ജീവിതത്തിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുന്നുവെന്ന് മാത്രമല്ല, ജീവിതം ഫുള്ളി അലൈവാകുന്നു, മുഴുവനോടുകൂടി ജീവിച്ച് ആസ്വദിച്ച് സ്വീകരിക്കാൻ പ്രാപ്തിയുള്ള വ്യക്തിയാകുന്നു. അതിന് നമുക്ക് സമയമെടുക്കാം. ഇങ്ങനെയുള്ള അവബോധം നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അങ്ങനെ ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഹോളിസ്റ്റിക് ലൈഫ് സ്റ്റൈലിലൂടെ ആരോഗ്യം നിലനിർത്താം, ആരോഗ്യത്തിൽ വളരാം. നന്ദി, നമസ്കാരം.